ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജനീറ്റയുടെ മമ്മദീസാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ പോകാനായിട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാവരും റെഡിയായി. അപ്പം ഞങ്ങൾ നേരെ പള്ളിയിലോട്ടാണ് പോകുന്നത്. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ താമസിക്കും. അപ്പം ഞങ്ങൾ അവരെല്ലാം പോകാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ വേണ്ട പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇനി പള്ളിക്കകത്ത് മാമോദിസ നടക്കുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഞാൻ മാമ വിളിച്ചെടുത്ത് വന്നു. ഞാനല്ല അമ്മ കേട്ടോ. കണ്ടാലിരിക്കുന്ന സാരി ചച്ചു ഹായ് പറ. വിടുതലായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. വൈദ്യശാസ്ത്രം പുരോഗമിച്ചെങ്കിലും ഇന്ന് പ്രസവത്തോടനുബന്ധിച്ച് പലവിധ വിശ്വാസങ്ങൾ നടക്കുകയും മരണവരെ സംഭവിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുമ്പോൾ ദൈവത്തെ രണ്ട് ജീവനെ ദൈവം നമുക്ക് നൽകി. അമ്മയുടെ കുഞ്ഞിൻ്റെ ജീവനെ ദൈവം നമുക്ക് ദാനമായി നൽകി. അതോർത്ത് ദൈവസന്നിധിയിൽ നടത്തുന്ന പ്രസവ സ്തോത്ര ശുശ്രൂഷയാണ് ആദ്യത്തെ. രണ്ടാം ഭാഗം മാമോദിസ ശുശ്രൂഷ. ആദ്യ ഭാഗത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് തന്റെ വലമേ നിന്റെ മേൽ ആവസിപ്പിച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ. രാപ്പകൽ അവൻ നിന്നെ കാത്തു മറച്ചുകൊള്ളട്ടെ. ഈ ലോകത്തിൽ സകല അരിഷ്ടങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ആവലാതികളിൽ നിന്നും അവൻ നിന്നെ രക്ഷിക്കട്ടെ. വരുവാനിരിക്കുന്ന ലോകത്തിൽ അഴിഞ്ഞു പോകാത്ത ഭാഗ്യത്തിന് നിത്യജീവനും നിന്നെ യോഗ്യയാക്കി തീർക്കുകയും ചെയ്യട്ടെ. സർവശക്തിയുടെ ദൈവമായ കർത്താവ് സഭയുടെ നാഥനായ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് അവന്റെ മരണത്തോടും ഉയർത്തിനോടും സ്വർഗത്തിൽ പോകുന്നതോട് വിശുദ്ധാത്മാവ് നമ്മളെ ബാധിച്ചു. കർമാകാരങ്ങളുടെ സ്വർഗത്തിൽ പോകാൻ കഴിയും. വിശ്വാസത്തെ കർമ്മം ചെയ്യുന്നത് നല്ല സ്വർഗത്തിൽ പോകും. ദൈവത്തിന് അങ്ങനെ പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ ജനിക്കായി ചന്ദ്രോവിഷ് ഉദ്ധരിക്കപ്പെടുന്നു.
പുത്രന്റെ പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, മാമോദീസാകൾ നീ പൈതൃനെ പൂർണ്ണയാക്കപ്പെടുകയും നിന്റെ ബഹുമാനം ശ്രേഷ്ഠതയുള്ളതായിത്തീരുകയും നിന്റെ ദൈവിക പാപമോചനത്തിന്റെ നിത്യജീവന്റെയും പ്രത്യാശി ജനിറ്റാരേച്ചൽ ജോവേഷ് മാമോദീസ മുഴുവപ്പെടുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവന വിശുദ്ധിയുള്ള പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ തന്നെ. ശുശ്രൂഷ കൈക്കൊള്ളണമേ. ദൈവമേ, വലങ്കൈ നീട്ടി വാഴ്ത്തണമേ നിൻ ദാസിയെ. നിൻ കർത്തൃത്വത്തെ സ്തുതിപ്പാൻ നൽകണമേ നിൻ കൃപയെ. പ്രാർത്ഥനകൾ കൈക്കൊണ്ടവനെ, യാതനകൾ നൽകുന്നവനെ, ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട യാചനകൾ നൽകിയിടണമേ. നൽകപ്പെടുന്ന പരിശുദ്ധ റൂഹായുടെ നിയമനത്തിന്റെ ലക്ഷ്യമായി വിശുദ്ധ കൊണ്ട് ജനിറ്റാരേച്ചൽ ജോവേഷ് മുദ്രയിൽ അഭിഷേകം ചെയ്യപ്പെടുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവൻ വിശുദ്ധിയുള്ള റൂഹായുടെ തിരുനാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, വിശുദ്ധനാമത്തോടും നീ പൈതൃനെ തിരുവഴികളെ ഇവിടെ ജീവിതത്തിലൊക്കെ അനുഭവിച്ചു. പിതാവായ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. വന്ദിനായ പുത്രൻ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. പരിശുദ്ധ റൂഹാ നിങ്ങളെ പൂർണ്ണരാക്കുകയും ചെയ്യട്ടെ. ഈ തൃത്വം പാപത്തിന്റെ എല്ലാ നാശത്തിൽ നിന്നും നിങ്ങളുടെ ആയുസ്സിനെ കാക്കുകയും സകല അവരിൽ നിന്നും എന്നേക്കും നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ.